പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. അങ്ങനെ ISL ഇപ്പോൾ ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. ഇനി പ്ലേ ഓഫ് മത്സരങ്ങളും അത് കഴിഞ്ഞ് സെമി ഫൈനൽ മത്സരവും അത് കഴിഞ്ഞ് ഫൈനൽ മത്സരവും മാത്രമാണ് ഇനി ISLൽ ബാക്കിയുള്ളത്. ISLന്റെ ഫൈനൽ നടക്കുക ഏപ്രിൽ മാസം 12-ാം തീയതി ആയിരിക്കും. അതിനുശേഷം 5 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും സൂപ്പർ കപ്പ് ആരംഭിക്കുക. എന്തായാലും സൂപ്പർ കപ്പിന് വേണ്ടി ഇപ്പോൾ ഗംഭീരമായ ഒരുക്കങ്ങളാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ സീസണിലും ഒരു മേജർ ട്രോഫി പോലും ബ്ലാസ്റ്റേഴ്സിന് നേടാൻ സാധിച്ചില്ല. ആദ്യം ഡ്യൂറൻ കപ്പ് വന്നിരുന്നു. എന്നാൽ ഡ്യൂറൻ കപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ ബ്ലാസ്റ്റേഴ്സ് പുറത്താവുകയായിരുന്നു. എന്നാൽ ISL ആവട്ടെ പ്ലേ ഓഫ് കാണാതെ ബ്ലാസ്റ്റേഴ്സ് പുറത്തായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പിലെങ്കിലും ഒരു മേജർ ട്രോഫി ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കായി ബ്ലാസ്റ്റേഴ്സ് നേടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഗംഭീരമായ ഒരുക്കങ്ങൾ തന്നെയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തി വരുന്നത്. അതിനായി ഈ മാസം 24-ാം തീയതി മുതൽ ബ്ലാസ്റ്റേഴ്സ് ഒരുക്കങ്ങൾ തുടങ്ങുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിനു മുമ്പ് പുതിയ പരിശീലകനെ പ്രഖ്യാപിക്കുമെന്നും ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീം തന്നെ സൂപ്പർ കപ്പിൽ ഇറങ്ങുമെന്നതാണ് ആരാധകർ നിരന്തരമായി ചോദിക്കുന്നത്. നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് ധാരാളം പേർ അങ്ങനെ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇവരായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിന്റെ വീഡിയോ തന്നെ കടക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീം തന്നെ സൂപ്പർ കപ്പിൽ ഇറങ്ങുമെന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. അതോ ഇനി റിസർവ് ടീം ആയിരിക്കുമോ ഇനി സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിനായി കളിക്കുക എന്നും ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീം തന്നെ ഇത്തവണ സൂപ്പർ കപ്പിൽ കളിക്കും എന്നതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ നിലവിൽ മനസ്സിലാക്കേണ്ടത്. ബ്ലാസ്റ്റേഴ്സിന്റെ താൽക്കാലിക പരിശീലകനായ TG പുരുഷോത്തമൻ അക്കാര്യം ഹൈദരാബാദിനെതിരെയുള്ള അവസാന മത്സരത്തിന് ശേഷം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പെപ്രയും അക്കാര്യം പറഞ്ഞിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീം തന്നെ സൂപ്പർ കപ്പിൽ ഇറങ്ങുമെന്നാണ് TG പുരുഷോത്തമനും അതുപോലെ തന്നെ പെപ്ര അടക്കമുള്ള താരങ്ങളും നിലവിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീം ഇറങ്ങിക്കൊണ്ട് ഒരു കിരീടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ കിരീടത്തിന് വേണ്ടി തന്നെ സൂപ്പർ കപ്പിൽ കളിക്കുമെന്നാണ് TG പുരുഷോത്തമൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീം തന്നെ ഇറങ്ങും. എന്തായാലും സൂപ്പർ കപ്പിലൂടെ ആ കന്നി കിരീടം ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം.